അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നവുമില്ല. മലക്കുണ്ട്, പക്ഷെ മലക്കിനെ കാണുന്നില്ല. എന്നാ മലക്കിനോട് ചോദിക്കാൻ പറ്റുമോ? ഒരു പ്രശ്നമല്ല. അഭൗതിക ജീവിയല്ലേ മലക്ക്. മലക്കിനോട് ചോദിച്ചാൽ തന്നെ ശിർക്കായില്ലേ? ശിർക്കാവൂല എന്ന് പറഞ്ഞപ്പോ ഈ പുകില്. നമ്മൾ ശിർക്കല്ല എന്ന് മുൻഗാമികൾ പറഞ്ഞ ഒരു ഹദീസിനെ പറ്റി അത് ശിർക്കല്ല എന്ന് പറഞ്ഞു. ഇയാളെന്താണ്? ഒരു പ്രശ്നമല്ല. മലക്കിനോട് വിളിക്കാ, ചോദിക്കാ. കേട്ടോളൂ. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു. അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. ആരും പറഞ്ഞിട്ടില്ല. ഇയാള് വെറുതെ ഹാജറ ബീവി സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മലക്കിന്റെ ശബ്ദം കേട്ടാൽ മലക്കിനോട് ചോദിക്കാം എന്ന് ആരാ പറഞ്ഞത്? ഹാജറ ബീവി ചെയ്തത് ശിർക്കല്ല എന്ന് പറയാ. പക്ഷെ ഹാജറ ബീവി സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മലക്കിനോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, അഗിസ് എന്ന ഹാജറ ബീവിയുടെ ചോദ്യം അതിന് നമുക്ക് മാതൃകയില്ല. ഹാജറ ബീവി നബി അല്ലാത്തത് കൊണ്ട് നമ്മുടെ ശരീഅത്തിൽ റസൂലോ സഹാബത്തോ കാണിച്ചു തരാത്തത്തോളം നമുക്കതിൽ മാതൃകയില്ലെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി സുഹൃത്തുക്കളെ, ജിന്നാണെങ്കിലോ ജിന്നിനോട് സംസാരിക്ക. അപ്പൊ മലക്കിനോട് ചോദിക്കാ, കുഴപ്പമില്ല. ഇനി ജിന്നിനോടും ചോദിക്കാന്നാ പറയുന്നത്. കേട്ടോളൂ. യാ ജിബ്രീൽ യാ മീകായിൽ ഇപ്പൊ ആർക്കാ ഫിറ്റ്? മലക്കിനോട് ചോദിച്ചാൽ ഒരു തെറ്റില്ല എന്ന് പറഞ്ഞ ആർക്കാ? അവർക്കെതിരില്ലല്ലേ യാ ജിബ്രീൽ ക്ലിപ്പ് ഇടുന്നത്? ഞങ്ങൾ അങ്ങിട്ടിടേണ്ട ക്ലിപ്പ് മൂപ്പർ ഇങ്ങിട്ടിട്ടതാ. അപ്പൊ തിരിച്ചങ്ങത്തിന് ഇടാണ്. കാണാം. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. ഒരു പ്രശ്നമല്ല. ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ അവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല. അതിന് ഉദാഹരണം എന്താ? ഒരു ജിന്ന് ഏതെങ്കിലും രൂപത്തിലൂടെ ഒന്ന് പട്ടിയായോ പൂച്ചയായോ അല്ലെങ്കിൽ മനുഷ്യനായോ പാമ്പ പല കോലത്തിലും വന്നു, ഏതെങ്കിലും ഒരു കോലത്തിൽ വന്നു. അനസ് മൗലിക്കയെ കാണാം, ആ ജിന്നിനെ കാണാം. എന്താ ജിന്നെ, സുഖമാണോ, എറണാകുളത്ത് പോകാറുണ്ടോ, നൂർഷയെ കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതെന്തല്ല, അത് ശിർക്കല്ല, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇപ്പൊ ഞമ്മക്കെതിരില്ല ക്ലിപ്പിട്ട് നടക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പിൻവലിച്ചോ? ഈ സീഡ് പിൻവലിച്ചോ? നിങ്ങൾ മാപ്പ് എഴുതി കൊടുത്തോ? നിങ്ങൾ വിചിന്തനത്തിൽ ലേഖനം എഴുതിയോ? ഞാൻ അന്ന് എഴുതിയൊക്കെ തെറ്റാണെന്ന് കുമ്പസരിച്ചോ? നിങ്ങൾ മൂന്നാള് കുമ്പസരിച്ചാ തീരുന്ന നശ്വലായി പ്രസ്ഥാനത്തിന്റെ ആദർശം. സമ്മേളനത്തിന് കുമ്പസാര സെഷൻ തന്നെ വെക്കാറുന്നില്ലേ? എന്തേ വെക്കാതിരുന്നത്? ഇനി സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കാണ്. ഒരു കാര്യം കൂടി പറയട്ടെ. മുജാഹിദുകൾ മന്ത്രവാദത്തിലേക്ക് പോയി എന്നാണ്. റുഖിയ ശർഇയ്യായ മന്ത്രം, അത് ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള ആക്ഷേപം, ഞാന് ജിന്നുബാധയുണ്ടെന്ന് സംശയിച്ച ഒരാള് ഹിഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു KNM-ന് അനുകൂലിക്കുന്ന ഒരാളടുത്തേക്ക് അയച്ചു. കാരണം എനിക്ക് ജിന്നുബാധയ്ക്ക് ചികിത്സിച്ച് പരിചയമല്ല. ഖുർആന്റെ കാസറ്റ് ഇട്ട് കൊടുത്തപ്പോ തന്നെ കുട്ടി വയലന്റായി. മാത്രല്ല, കുട്ടിക്ക് ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞിട്ട് എങ്ങനെ ഓതിയിട്ട് ശരിയാവില്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ ശരിയാകുന്നില്ല. അപ്പോ ഞാൻ കുട്ടിയോട് വേ പോ എന്ന് പറഞ്ഞു. പിറ്റേന്ന് ആ കുട്ടി ഉമ്മാനെയും കൂട്ടി വരും. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞത് എന്തോ പൈശാചിക രോഗമാണെന്നാ തോന്നുന്നത്. നമ്മളെ ഇവിടെ ഒന്നും ഇപ്പൊ അതിന് ചികിത്സ അല്ല. സൗദിയിലൊക്കെ സലഫി പണ്ഡിതന്മാർ ചികിത്സിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ചികിത്സനെ പറ്റി വലിയ അഭിപ്രായ വ്യത്യാസമാണ്. ഏതായാലും ഹിഫ്ലുർ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ജിദ്ദയിൽ വന്ന ആളാണ്. അയാൾ ഈ ചികിത്സ ചെയ്യുന്നത് ഗൾഫിലെ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നോക്കാം. അയാളെ ചികിത്സയെ പറ്റി നമ്മളെ പണ്ഡിതന്മാർക്ക് വളരെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാനാണെങ്കിൽ ചികിത്സ കണ്ടിട്ടുമില്ല. വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം, വേറെ ഒന്നും പറഞ്ഞു തരാൻ എനിക്കില്ല എന്ന് പറഞ്ഞ് ഞാനൊരു ഗൈഡൻസ് കൊടുത്തു. അതിന്റെ പേരിൽ അനസ് മുസ്ലിയാർ പറയാണ്, കണ്ടോ സക്കരിയ സലാഹിക്ക് എന്താ ഫാത്തിഹ ഓതാൻ അറിയില്ലേ, മൂപ്പര് കണ്ട് ഓതി കൊടുത്താ പോരെ, സക്കരിയ സലാഹിക്ക് എന്താ ആയത്തുൽ കുർസി അറിയില്ലേ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാണ്. ആയത്തുൽ കുർസി അറിയാത്തത് കൊണ്ടാണോ പാലത്ത് അബ്ദുറഹ്മാൻ മദനി തന്റെ ബന്ധപ്പെട്ടവരെയും കൊണ്ട് സുബൈ ഡോക്ടർക്ക് ചികിത്സക്ക് പോയത്?
ഞങ്ങൾ പലതും വിളിച്ചു പറയും. ഞങ്ങളെ മടയിലിട്ട് കുത്തല്ലേ, പലരും കൊണ്ടുപോയതും പറയും. മോങ്ങൻ സലാമിന്റെ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, ഇവിടുന്ന് പാലത്തിന്റെ പറയും, ഇനി പലതും പറയാണ്ട്. ഞങ്ങളിതൊരു തെറ്റായി കാണുന്നില്ല, ഞങ്ങൾ ശരയ്യായ ചികിത്സയായിട്ടാണ് കാണുന്നത്. നിങ്ങളിത് ഖുറാഫാത്താണെന്ന് പ്രസംഗിക്കുകയും ചെയ്യാ, തലയിൽ കൊണ്ടിട്ട് പോവുകയും ചെയ്യാ. അത് രണ്ടും കൂടി പറ്റൂല. നോക്കൂ, ഈ പറഞ്ഞ അനസ് മുസ്യാര് ഞാൻ പോയി നോക്കാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അനസ് മുസ്യാർ ജുബൈർ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു, തന്റെ കുടുംബത്തിലൊരാൾക്ക് ചികിത്സിച്ചു, എന്നിട്ട് കാറിൽ തിരിച്ചു കൊണ്ടുപോയാക്കി. ആ കാര്യം ജുബൈർ ഡോക്ടർ തന്നെ പറയട്ടെ. ഇഫ്തുർ റഹ്മാനെക്കാളും ഈ വിഷയത്തിൽ മികച്ചു നിൽക്കുന്ന ആളാണ് ഡോക്ടർ ജുബൈർ. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. സക്കരിയ മൗലവിയുടെ അടുത്ത് വന്ന രോഗിയെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് ആവുകയും, അങ്ങനെ വയലന്റ് ആയ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടെന്നുള്ളതിന്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ അടുത്തേക്ക്, അതായത് ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനടുത്ത് കഴിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അനസ് മൗലവി അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം. പലപ്പോഴും എന്റെ അടുത്ത് രോഗികളയക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ പൈശാചിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയമല്ല. സക്കരിയ മൗലവിക്കെതിരെ അനസ് മൗലവി ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തന്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സക്കരിയ മൗലവി ഓതിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്ത് കഴിച്ചത്. മറിച്ച് അനസ് മൗലവിന്റെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ഓതിയ വയലന്റ് ആകുന്ന രോഗിയൊന്നുമല്ല. എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാതെ, ഒന്ന് പരീക്ഷിച്ചു പോലും നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായ അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് MBBS ഡോക്ടർ എന്ന നിലയിലാണ് എന്നെ കൺസൾട്ട് ചെയ്തതെന്നല്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പൈശാചികമായ രോഗമാണ് എന്നതിന്റെ പേരിൽ ആ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയത്. ഇനി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഓർക്കാൻ വേണ്ടിയിട്ട് അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം തിരിച്ച് കാറിൽ ഞങ്ങൾ പോരുമ്പോ അദ്ദേഹം മുൻപ് ചെയ്ത സിഹറുകളെ കുറിച്ചും സിഹർ ചെയ്ത് പ്രേമിച്ചു കിടന്ന സ്ത്രീ പുരുഷന്മാരെ അണക്കിവിട്ട കഥകളും ആലിന്റെ ലയിൽ അദ്ദേഹം സിഹർ ചെയ്ത കാര്യവും, അങ്ങനെ അദ്ദേഹം സിഹർ പഠിക്കാൻ ഉദ്ദേശിച്ച പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം അദ്ദേഹത്തിന്റെ ഒരാള് തട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം വിവരിച്ചു തരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ചെയ്തതിനേക്കാളും വലിയ കാര്യം അയാൾ ചെയ്തു. എന്നിട്ട് അയാൾ എനിക്കതിൽ പറഞ്ഞെടുക്ക. അയാൾ കൂട്ടിക്കൊണ്ടുപോയി കയ്യാളായി നിന്ന് റുഖിയ ചെയ്ത് സന്തോഷപൂർവ്വം കാറ് കൊണ്ടാക്കി, ലോകിയൊക്കെ പറഞ്ഞ് പഴയ കഥയൊക്കെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയാക്കി. എന്നിട്ട് പുറത്തു വന്നിട്ട് പറയാ, സക്കരിയ സലാഹിയതാ ഇഫ്തുർ റഹ്മാന്റെ അടുത്ത് അയച്ചു. ഏതോ മന്ത്രവാദിന്റെ അടുത്ത് അയച്ചു തോന്നിപ്പോ, ഏതോ പണിക്കരുടെ അടുത്തോ നമ്പൂരിന്റെ അടുത്ത് അയച്ച പോലെ ഉണ്ട്. ഞാൻ അയച്ചത് ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്ന, റുഖിയ ഒരു ബിസിനസ് ആക്കാത്ത, മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി KNM വേണ്ടി എഴുതിയിരുന്ന, നെറ്റിലൊക്കെ സുബൈർ മംഗലയുടെ ആളുകൾക്കും മടവൂരികൾക്കും മറുപടി കൊടുത്തിരുന്ന ഒരാളടുത്തേക്കാണ്. റുഖിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അയാളുമായി അഭിപ്രായവ്യത്യാസം ഉണ്ടാകാം. പക്ഷെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തുന്നതിന് മുമ്പാണത് ഞാൻ അദ്ദേഹത്തെ അയച്ചത്. എന്നാൽ ഈ മുസ്ലിയാരോ ഇത് മാത്രല്ല, ഇങ്ങനെ ജിന്നുബാധ ഉണ്ട്, ബാധ തിരിച്ചറിയും, അങ്ങനെ ഓതാമെന്നൊക്കെ അനുസരിച്ചാൽ സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ വരെ വാദം എന്താണെന്നറിയോ? ജിന്നുബാധ ഉണ്ട്, സിഹിർബാധ ഉണ്ട്, പക്ഷെ തിരിച്ചറിയാൻ വഹിയുള്ള റസൂലിന് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ റസൂലുണ്ടോ? ഇല്ല. അതുകൊണ്ട് ലോകത്താർക്കും തിരിച്ചറിയാൻ കഴിയില്ല. അതാണ് ഇപ്പോഴത്തെ പുത്തൻ വാദം. ലോകത്താർക്കും ഇല്ലാത്ത അബ്ദുറഹ്മാൻ സലഫിയുടെ ഒറ്റപ്പെട്ട വാദം. എന്നാൽ അനസ് മുസ്യാര് 2011 ജൂണിൽ ജംഇയ്യത്തുൽ വിശദീകരണ യോഗത്തിൽ അബ്ദുറഹ്മാൻ സലഫിയെയും MM മദനിയെയും പിന്നിലിരുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞത് കേട്ടോളൂ. ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു, ആ ജിന്നു ബാധിച്ച ആളെ ഓതുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഓതിക്കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ്. തെറ്റല്ല. അപ്പൊ ജിന്നുബാധ ഉണ്ട്, അത് തിരിച്ചറിഞ്ഞ് നമുക്ക് ഓതിക്കൊടുക്കാം, ഹദീസിന്റെ വാരിതായിട്ട് ദിക്റുകൾ ചൊല്ലിക്കൊടുക്കാം, മന്ത്രിക്കാം, തെറ്റല്ല. അങ്ങനെ കണ്ടില്ലേ? നീ കേട്ടോളി. എന്നാൽ അതിനപ്പുറത്ത് ഇയാളിൽ ജിന്ന് ഹാജരാകുമ്പോൾ ഈ മന്ത്രിക്കുന്നയാൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങും. ജിന്ന് ഹാജറാകെന്ന് പറഞ്ഞാൽ തന്നെ ഖുറാഫിയായില്ലേ? ഓതിക്കൊടുക്കുമ്പോ ജിന്ന് ഹാജറാകും രോഗിയുടെ ശരീരത്തിൽ, എന്നിട്ട് രോഗിയുടെ നാവിലൂടെ സംസാരിക്കും. അങ്ങനെ കണ്ടില്ലേ?
കേട്ടോളി, ബാക്കി കേട്ടോളി. എവിടുന്നാ വന്നത്? ആരാണ് നിങ്ങൾ? അത് ഗോപാലനാണ്. എവിടെയാ താമസം? അത് കട്ടുപ്പാറ കലിങ്ങിനടിയിലാണ്. സെലഫി ഉണ്ടോ അവിടെ ഇന്ന്? ബേജാറായി എന്താ ഈ പറയുന്നത്? എന്താ സംഭവിച്ചത്? അത് ഞാൻ പണ്ട് വണ്ടി ആക്സിഡന്റിൽ പെട്ട് മരിച്ച ആളാണ്. അപ്പൊ വസുമതി എന്ന് പറഞ്ഞിട്ട് കെട്ടിത്തൂങ്ങിയ വേറെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവളിപ്പോ എവിടെയാണ്? അപ്പൊ ഈ മന്ത്രിക്കണാക്ക് വേറൊരു ജിന്നിനെ ഇളക്കിയപ്പോ അവിടുന്ന് കിട്ടിയതാണ് ഈ വസുമതി. അപ്പൊ ഇറക്കി വിട്ടിട്ടുണ്ട്. വസുമതി ഇപ്പോൾ എവിടെയാണ്? വസുമതി കട്ടുപ്പാറ കലിങ്ങിന്റെ അങ്ങേയറ്റത്ത് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ ഏതെങ്കിലും ശരീരത്തിലുണ്ടോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ വസുമതി ഉണ്ടോ? അവ പറയല്ല, വസുമതി ഇപ്പോ ആരുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അവളിപ്പോ അലഞ്ഞടക്കണ അനാഥപ്രേതാണ്, ഒരു കൂടാരം കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഉദാഹരണം, ഇത് സംസാരിക്കുകയാണ്. ആരോട്? ആരോടാണ്? ഈ ജിന്നിനോട്, അല്ലെങ്കിൽ ഒരാൾ ശരീരത്തിലുണ്ട് എന്ന് പറയുന്ന ജിന്നിനോട് ഇയാൾ സംസാരിക്കുകയാണ്. ഇത് ഒരിക്കലും റുഖിയല്ല, ഇസ്ലാമികമല്ല, ഇത് വഴികേടാണ്. ഇത് റുഖിയായി നമുക്കിടയിൽ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ദീർഘമായി സംസാരിക്കാൻ, ഇന്റർവ്യൂ നടത്താനൊന്നും പാടില്ല. മൂപ്പര് പഴയ സാഹിറായതുകൊണ്ട് ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞതാ. നല്ല കൃത്യമായിട്ട് ഗോപാലനല്ലേ, ബസുമതിയല്ലേ, കട്ടുപ്പാറ കലിങ്ങിനടുത്തല്ലേ, ഇതൊക്കെ കേട്ട് അത്രയും ധരിച്ചു നിൽക്കുക ബാക്കില്. ഇയാള് പഴയ സാഹിറാണല്ലോ. മൂപ്പര് പഴയ ഇന്റർവ്യൂ ഓർമ്മ വന്നാണ്. അപ്പൊ എന്തൊക്കെ സമ്മതിച്ചു? ജിന്നുബാധയുണ്ടാകും, അത് ഈ കാലത്തും തിരിച്ചറിയും. അവർക്ക് ഓതിക്കൊടുക്കാം, ഹദീസിൽ വന്ന ദിക്റുകൾ ചൊല്ലിക്കൊടുക്കാം. അപ്പൊ ചിലപ്പോ ഹാളറാകും, ഹാളറായിട്ട് രോഗിയുടെ നാവിലൂടെ സംസാരിക്കും. അപ്പോൾ ഇന്റർവ്യൂ നടത്താൻ പറഞ്ഞ ആരാണ് അയച്ചത്, എവിടുന്നാ വന്നത്, അഡ്രസ് ഒന്ന് പറയാം, എന്നൊന്നും പറയാൻ പാടില്ല. ഇറങ്ങിപ്പോന്ന് പറയാം, ഇവരെ ഉപദ്രവിക്കരുത് എന്ന് പറയാം. അതന്നെ റുഖിയ ശർഇയ്യ. അത് ഖുറാഫാത്താണെന്ന് ഞങ്ങൾ പറഞ്ഞത്. ജമിയത്തിന്റെ വിശദീകരണ യോഗത്തിൽ നിങ്ങൾ സമ്മതിക്കാണ്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ ഞാനാണ് പറഞ്ഞെങ്കിൽ ക്ലിപ്പിന്റെ പൊടി പൂരായിരിക്കും. അത് മുപ്പര് പറഞ്ഞിട്ട് കുഴപ്പമില്ല, ഞമ്മന്റെ ആളല്ല പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇത് മനസ്സിലാക്കിക്കോളിൻ, ഇത് വിഷയമല്ല. ഇവിടെ വിഷയം ഇവർ വെറുതെ വലിച്ചിട്ടതാണ്. സംഘടന പിടിച്ചെടുക്കാനും സംഘടനയിൽ മേൽക്കൈ നേടാനും വേണ്ടി ശിർക്കാരോപണം കൊണ്ടുവന്നതാണ്. അല്ലാതെ യാ ഇബാദല്ലി ജിന്നൊന്നല്ല വിഷയം.